കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളുടെ പേര്, മലയാളികളല്ലാത്തവരുടെ പേര്, ഇതൊക്കെ തെറ്റിച്ച് എഴുതുന്ന രീതി നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടെന്ന് പലരും പരാതിപ്പെടാറുണ്ട്. ചിലപ്പോൾ ചിരപരിചിതരായവരുടെ പേര് തെറ്റിക്കും. അതുമല്ല, ചരിത്ര പുസ്തകത്തിൽ ഇടം നേടിയ ആളിന്റെ പേര് പോലും തെറ്റിക്കുന്ന രീതി നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട് എന്നാണ് പലരുടെയും പരാതി. അതുകൊണ്ടാണ് ഹാഥ്രസ് എന്നതിനെ ഹത്രാസ് എന്നും കാവഡ് എന്നതിനെ കൻവാർ എന്നും ഒക്കെ നമ്മുടെ പത്രങ്ങൾ പലപ്പോഴും എഴുതിയിട്ടുള്ളത്. ഇക്കാര്യം ഇപ്പോൾ ഓർക്കാനൊരു കാരണമുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷിക ദിനമായിരുന്നു. ഇത് സംബന്ധിച്ച് ആഘോഷം പലയിടത്തും നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, 2014 മുതൽ ഈ ദിവസത്തെ നാം ഏകതാ ദിനമായി ആചരിച്ചു വരുന്നുമുണ്ട്. ഏകതാ ദിനവുമായി ബന്ധപ്പെട്ട് ഈയിടെ ഒരു പത്രത്തിൽ വന്ന പരസ്യം കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. പട്ടേലിന്റെ പേര് ശരിയായിട്ടാണോ അവരെഴുതിയിരിക്കുന്നത്? അല്ല, അവിടെ എഴുതിയിരിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേൽ എന്നാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ യഥാർത്ഥ പേര് വല്ലഭ്ഭായ് ഝാവേരി ഭായ് പട്ടേൽ എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന ലേഖനങ്ങളിലൊന്നും ഈ ഝാവേരി ഭായ് കാണാറില്ല. അതുകൊണ്ട് നമുക്ക് ആ ഭായിയെ വെറുതെ വിടാം. പക്ഷെ വല്ലഭ്ഭായ് എന്നതിലെ ഒരു ഭായ് എടുത്ത് മാറ്റേണ്ട വല്ല കാര്യമുണ്ട്? അങ്ങനെ ചെയ്യുന്നത് ഒരു പാതകമല്ലേ ഭായ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചില വാക്കുകൾ കാണുമ്പോൾ ഇവയ്ക്കൊരു മലയാളം വേണ്ടേ എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു വാക്കാണ് ഇന്നൊവേഷൻ. പുതിയതായി വരുന്ന കാര്യങ്ങൾക്കാണ് ഇന്നൊവേഷൻ എന്നൊക്കെ പറയുന്നത്. പുതുമ, പുതിയ രീതി, നവീന രീതി എന്നൊക്കെയാണ് സാധാരണമായി പറയുന്നത്. മാറ്റം എന്നതും ഇന്നൊവേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നുണ്ട്. ഇത്ര വാക്കുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടും ഇന്നൊവേഷന് ശരിയായൊരു മലയാളം വാക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് നാം മുന്നോട്ട് പോകുന്നത്. പത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഇന്നൊവേഷൻ എന്ന് തന്നെ കാണുകയാണ്. അതായത് ഇത്ര മലയാളം വാക്കുണ്ടായാലും ഇന്നൊവേഷനോളം വരില്ല എന്നൊരു തോന്നൽ നമുക്കുള്ളത് കൊണ്ടാണ്. അങ്ങനെ തോന്നലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പുതിയ വാക്ക് കണ്ടെത്തിക്കൂടാ? അത് ഭാഷാ വിദഗ്ധർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്നൊവേഷൻ ഇന്ന് പത്രങ്ങളിലൂടെ ഒരു മലയാള പദമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയ ഇപ്പോൾ നടക്കുകയാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് അതിന് പേര്. SIR എന്ന് പറയും, സർ എന്നൊക്കെ മലയാളത്തിലും എഴുതാറുണ്ട്. ഇത് വോട്ടർ പട്ടികയുടെ ഒരു പരിഷ്കരണമാണ് ഇവിടെ നടക്കുന്നത്, തീവ്ര പരിഷ്കരണം. ഇതിനെ പല പത്രങ്ങൾ പല രീതിയിലാണ് എഴുതുന്നത്. മലയാള മനോരമ ഇതിനെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് മറ്റൊരു പത്രം പറയുന്നുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന എന്ന് വേറൊരു പത്രത്തിൽ പറയുന്നുണ്ട്. ഈ റിവിഷൻ എന്ന വാക്കിന്റെ അർത്ഥം പരിഷ്കരണം തന്നെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ പരിഷ്കരണമാണ് നടക്കുന്നതെന്ന് നിസ്സംശയം പറയാം. പക്ഷെ പുനഃപരിശോധന എന്നതും ഇവിടെ ചേർത്ത് പലരും പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു വരവേ ഒരു പത്രത്തിൽ കണ്ടൊരു പ്രയോഗം ഒരല്പം അത്ഭുതം ഉണ്ടാക്കി. അവിടെ തീവ്ര വോട്ടർ പട്ടിക എന്നാണ് കാണുന്നത്. തീവ്രമായ പരിഷ്കരണത്തിന് ശേഷമോ പുനഃപരിശോധനയ്ക്ക് ശേഷമോ ഒക്കെ വരുന്ന പട്ടികയെ തീവ്ര പട്ടിക എന്ന് വിളിക്കുന്ന രീതി നാം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് പത്രത്തിൽ ഉറച്ചുപോയ ലക്ഷണം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ മറ്റൊരു ശീർഷകം കണ്ടു, വിമാന ടിക്കറ്റ് കൂട്ടലും. അതായത് ഓരോ സമയത്തും വരുന്ന വിവിധ തരത്തിലുള്ള പ്രൈസിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. അവിടെ വിമാനക്കൂലി വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിമാന ടിക്കറ്റ് കൂട്ടില്ലെന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ അത് ശരിയാകാത്തതുപോലെ തോന്നുന്നു. ഇത് പറയുമ്പോൾ അടക്കം എന്ന വാക്കിന്റെ പ്രയോഗം കൂടി മനസ്സിലേക്ക് വരികയാണ്. സാധാരണമായി അടക്കം എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ശവമടക്കനെ കുറിച്ച് പറയാറുണ്ട്, എന്തെങ്കിലും അടക്കം ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. ഇപ്പോൾ ഉൾപ്പെടെ എന്ന വാക്കിന് പകരക്കാരനായി അടക്കം മാധ്യമങ്ങളിലൊക്കെ കയറി ഇരിപ്പായി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അടക്കം പറയും പോലെയല്ല, തലക്കെട്ടുകളൊക്കെ അടക്കത്തെ ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുന്നുമുണ്ട്. കുറെ കഴിയുമ്പോൾ ഉൾപ്പെടെ എന്ന വാക്കിന്റെ അടക്കം മൊത്തത്തിൽ കഴിയുന്ന കോളാണ്. ആ നിലയ്ക്ക് അടക്കം ചേർത്ത് തന്നെ അടുത്ത വിശേഷം പറയാം. പത്രം, TV അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും കാര്യമായി ആഘോഷിച്ച ഒരു വിജയം ഈയിടെ ഉണ്ടായിരുന്നു. അത് ക്രിക്കറ്റിലാണ് നടന്നത്. ഇന്ത്യക്ക് ചരിത്രത്തിൽ ആദ്യമായി വനിതാ ഏകദിന ക്രിക്കറ്റ് കിരീടം ലഭ്യമായതാണ് വാർത്ത. അതിനെ ന്യായമായും കാര്യമായും ആഘോഷിച്ച ചില തലക്കെട്ടുകൾ നമുക്ക് നോക്കാം. മഹാമംഗമാർ എന്ന് ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ മംഗ എന്നത് വേറൊരു നിറത്തിലാണ് അച്ചടിച്ചിരിക്കുന്നത്. സൂപ്പർ ഗേൾസ് എന്ന് ഒരു പത്രത്തിൽ ശീർഷകമുണ്ട്. മാതൃഭൂമിയിൽ ഗോൾഡൻ ഗേൾസ് എന്ന ശീർഷകമാണ് കണ്ടത്. അവിടെ ദീപ്തി ശർമ്മയുടെ പ്രകടനം ഗംഭീരമായിരുന്നതിനാൽ വിജയം ദീപ്തം എന്നും കണ്ടിരുന്നു.
വിമൻസ് ടീമാണല്ലോ ജയിച്ചത്, അതുകൊണ്ട് വിമൻ എന്ന് മാത്രമായി ഒരു ശീർഷകം ഒരിടത്ത് കാണുന്നു. നമുക്ക് വേണമെങ്കിൽ വിൻ എന്ന് വായിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഹ്ലാദം പങ്കിടുന്ന ചിത്രം വെച്ചിട്ട് അവിടെ പറയുന്നുണ്ട് നിറ റൺ ചിരി എന്ന്. ഈ കളി നടക്കുന്ന ആ ദിവസം രാവിലെ പത്രത്തിൽ കണ്ടത് റൺ മനസ്സ് എന്നായിരുന്നു. ഒരു പക്ഷേ പെൺമനസ്സ് എന്നൊക്കെ ഉദ്ദേശിച്ചാവും അവിടെ എഴുതിയിട്ടുള്ളത്. പറഞ്ഞു വരുമ്പോൾ ഇതിനേക്കാളൊക്കെ രസകരമായ ഒരു ശീർഷകം കണ്ടത് ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ്, ദ ഇന്ത്യൻ എക്സ്പ്രസിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹെർസ്റ്റോറിക് എന്നാണ്. ചരിത്ര വിജയത്തെ നമ്മൾ ഹിസ്റ്റോറിക് വിൻ എന്നൊക്കെ പറയുമല്ലോ, ഇവിടെ വിജയിച്ചത് വനിതകളായതിനാൽ ഹെർസ്റ്റോറിക് എന്ന് എഴുതിയിട്ടുണ്ട്.